ആശാ വർക്കേഴ്സിന്റെ സമരത്തെ പിന്തുണച്ച് മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ MLA ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ അടുപ്പ് കൂട്ടിയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആശാ വർക്കേഴ്സും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങൾ നൽകും. ജയശങ്കർ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? ഇവരെ അവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയോ മറ്റോ ഉണ്ടായോ? അതായത് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശാ വർക്കേഴ്സും കൂടി പത്തനംതിട്ടയിലെ വീണ ജോർജിന്റെ MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പ്രവർത്തകരെ പോലീസ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പിന്നാലെയാണ് പ്രവർത്തകർ ഈ അടുപ്പ് കൂട്ടി MLA ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അവരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്തമായി ആശാ വർക്കേഴ്സും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്ന് നടത്തിയത്. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധമുണ്ട്. അതിന്റെ കൂടി ഭാഗമായിരുന്നു ഇന്നത്തെ MLA ഓഫീസിലേക്കുള്ള പ്രതിഷേധം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ആശാ വർക്കേഴ്സിന്റെയും ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഈ ആശാ വർക്കേഴ്സിന്റെ സമര പന്തലിൽ എത്തി ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് സമരം ഏറ്റുപിടിക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പിന്നാലെയാണ് പത്തനംതിട്ടയിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് MLA ഓഫീസിലേക്ക് മന്ത്രിയുടെ MLA ഓഫീസിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിലവിൽ എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർ പ്രതീകാത്മകമായി അടുപ്പ് കൂട്ടിയുള്ള ഒരു പ്രതിഷേധമാണ്. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.